യുവർ പ്രോബ്ലം? സർ, പ്രപ്പോസ് പ്ലാൻസിൽ പെട്ടെന്ന് വന്ന ചേഞ്ചസ് ലൈക്ക്. അപ്പൊ നീ ഇതുവരെ പോയില്ലേ നാട്ടിലല്ലേ? അല്ല സർ, അതിനിതുവരെ. പിന്നെ എപ്പോഴാടാ മൂക്കി പല്ലി മുളച്ചിട്ടോ? നീ നാട്ടിൽ പോകുമ്പോ ഓർത്തണം, ഇവനൊരു പെണ്ണ് അന്വേഷിക്കാൻ. സർ, ഇത് നോ വെങ്കി, എനിക്കറിയാം പ്ലാൻസ് കാണാപ്പടം. വെറുതെ ഫിലിംസി എക്സ്ക്യൂസസ് വേണ്ട. അല്ല രവി, നോ, ഇത്തവണ ചന്ദ്രേട്ടനും കഴിയില്ല ഇയാളെ രക്ഷിക്കാൻ. രവി, ഞാൻ 1.5 വർഷം, അതാണ് പണി തീർക്കാൻ അറബി അനുവദിച്ചു തന്നിരിക്കുന്ന കാലാവധി. ഇതിനോടകം 4 തവണ ഞാൻ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞു. ഗ്രാൻഡഡ്, ബട്ട് നോട്ട് എനിമോർ. ഇനി അയാളുടെ മുമ്പിൽ നിന്ന് അവധിക്കിരുന്നാൽ അയാൾ മുഖവട ചാട്ടും, അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ കഴിവുകേടെന്ന് പറഞ്ഞ് പരിഹസിക്കും. ഐ വുഡന്റ് സ്റ്റൂപ്പ് ടു ദാറ്റ്. ഇനി കൃത്യം 90 ദിവസം, അതാണ് തന്റെ ഡെഡ് ലൈൻ, മറക്കണ്ട. ലുക്ക് രവി, ഈ 90 ദിവസം എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ലേബർ, എക്സ്ട്രാ മെഷീനറീസ് എല്ലാം കൂടി എത്ര നഷ്ടം വരും അറിയോ കമ്പനിക്ക്? അറിയാം. അപ്രോക്സിമേറ്റ്ലി ടു ദ ട്യൂൺ ഓഫ് $1 million. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഇനി പറ, ചന്ദ്രേട്ടൻ ഏതാ വലുത്, മാനമോ പണമോ? അല്ല, സംശയിക്കേണ്ട, മാനം. മിസ്റ്റർ വെങ്കടേശ്വർ സർ, ഈ ബിൽഡിംഗിന്റെ കോൺട്രാക്റ്റിൽ നമ്മളോടൊപ്പം മത്സരിച്ച അമേരിക്കൻ കമ്പനിയിൽ ഒരു ബെറ്റർ ജോബിന് താൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? എന്നിട്ട് എത്ര തരാമെന്ന് ഏറ്റുവരെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ കുഴപ്പിക്കുന്നതിന്? വെങ്കി, നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അത്യാഗ്രഹത്തിന്റെ പേരിൽ ഇവിടെ ചെയ്തു പോയ സൈഡ് ബിസിനസ്സുകൾ, പിന്നെ പ്രസ്റ്റീജിയസ് സ്കൂളുകളിൽ മക്കളുടെ പഠിപ്പ്, എല്ലാം കൂടെ ബാധ്യതകൾ ഒരുപാട് വരുത്തി വെച്ചിട്ടുണ്ട് താൻ, എനിക്കറിയാം. സോ പണമാണ് തന്റെ പ്രശ്നമെങ്കിൽ തനിക്ക് എന്നോട് ചോദിക്കാം, എത്ര വേണമെങ്കിലും. അല്ലാതെ എന്നെ വിൽക്കരുത്. അഥവാ വിറ്റാൽ തന്നെ സ്വയം വിൽക്കരുത്. ദാറ്റ് കിൽസ് യു. ഹലോ. ആഹാ, ഇതെപ്പോ ലാൻഡ് ചെയ്ത് മാഡം? നന്നായി, നല്ല ആളാ. കിട്ടുന്ന നേരിട്ട് തന്നെ വാങ്ങിച്ചോളേ. ഇച്ചാൻ ഇവിടെ തന്നെ ഉണ്ട്, കൊടുക്കണോ? ആരാടാ? ആലീസ. എവിടെന്ന്? ഇവിടുന്നാ, ദുബായിന്ന്. വന്നിറങ്ങി വീട്ടിൽ ചെന്നപ്പോ വീട് ശൂന്യം. ഓഫീസിൽ വിളിച്ചപ്പോ ഇച്ചാനില്ല, കൂടെ ഫ്രണ്ട്സും ഉണ്ടേ. അതുകൊണ്ട് ഉള്ള സമയം ചെത്താൻ ഇറങ്ങിയെന്ന്. ഇച്ചാന് തരട്ടെന്ന് ചോദിച്ചപ്പോ അയ്യോ വേണ്ടേന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ആ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. What has happened? What's the problem? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. Oh my God. You put the cigarette down. Hey Jaya. നിന്നോടൊരു 100 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് എയർക്രാഫ്റ്റ് അല്ല, ഇങ്ങനെ പറപ്പിക്കരുത്. അയ്യോ Jaya, വിട. രാക്ഷസൻ. Jaya, ഇനി വന്നേ. Friends, meet my only brother, my only sister, my father, my mother, എല്ലാം. The legendary Ravi Maman. Hi. ഏതാടി ഈ തെമ്മാടികൾ? All trainee pilots. എന്നെ പോലെ തന്നെ. പ്രതീക്ഷിക്കാതെ ഒരു 3 ദിവസത്തെ അവധി വീണ് കിട്ടിയപ്പോ ഡൽഹി നിവളുമാരിയും കൊത്തി ഒരൊറ്റ പറക്കൽ പറഞ്ഞതാ ഞാൻ. വിളിച്ചു പറയണ്ട, ഇച്ചാൻ ഇതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചന്ദ്രനങ്കിൾ യോട്ടിൽ വിളിച്ചിട്ട് ആ ക്രൂവിനോടെ ഒന്ന് ചാടി ചാടി നിൽക്കാൻ പറയണം. ഇവളുമാരെയും കൊണ്ടൊന്ന് വെലസണം എനിക്ക്. എന്റെ ഇച്ചായന് ദുബായിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പായ് കപ്പലുണ്ടെന്ന് പറഞ്ഞപ്പോ വിശ്വാസം വരുന്നില്ല ഇവളുമാർക്ക്. അങ്കിൾ പ്ലീസ്, ഇവളുമാരുടെ മുന്നില് എന്നെ കൊച്ചാക്കല്ലെന്നൊന്നും പറഞ്ഞ് ഈ രാക്ഷസനോട്. ഇച്ചായ പ്ലീസ്. പക്ഷേ നിന്റെ ഈ തലതെറിച്ചോളമാരോട് പറഞ്ഞേക്കണം, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ് ആൻഡ് സ്ട്രിക്ട്ലി നോ എസ്കേപ്പേഴ്സ്. നല്ല പൊന്നിച്ചായൻ. താങ്ക് യു. അയ്യോ അത് മറന്നു. അതെ, പറ. ഏതാ അവള്? അവളോ? ഏതവള്? ഓഫീസിൽ വിളിച്ചപ്പോ ലേന പറഞ്ഞല്ലോ, ഇച്ചായന്റെ കൂടെ സർപ്രൈസ് പോലെ ഒരു പുതിയ Y2K വന്ന് ചാടിയിട്ടുണ്ടെന്ന്. Y2K? അതേന്ന്, Y2K. ഒരു സുരയ്യ, ഒരു ഡമുക്ക് പെണ്ണ്, ഒരു അഞ്ജലി ഭക്തിയാർ. ഏതാ അവള്? ചരക്ക. ഏതായാലും കേട്ടെടുത്തോളം നമുക്ക് വേണ്ട ഇച്ചായ. അതെ, ഇവിടെ പകരം കയറ്റിയിരുത്തുന്നത് ഒരു നല്ല പെണ്ണിനെ അല്ലെങ്കിൽ സൂസന്നെ പിണങ്ങും, മറക്കണ്ട. സോറി ഇച്ചായ,
ശരിക്കും സോറി. പ്ലീസ് പ്ലീസ് ബി ഓൾ റൈറ്റ്. ഹേ ചൈനീസ് ഓൾ റൈറ്റ്. മോളിച്ചില്ല. ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു ചയ. Bye. ബൈ. ചന്ദ്രേട്ടാ, യോട്ടിൽ വിളിക്കുമ്പോ അവന്മാരോടൊന്ന് പറഞ്ഞേക്കണം ടു ടേക്ക് എക്സ്ട്രാ കെയർ. ഡൺ. കണ്ണ ഗുരുവായൂരപ്പ നല്ലത് വരുത്തണേ കൃഷ്ണ. ഈശ്വര. ഹലോ, യെസ്, സ്വാമിനാഥൻ ഹിയർ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. വിക്ടറാണ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആ ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ട് സാർ. സാറേ, ഇതിപ്പോ ഇന്നാണല്ലോ ശരിക്കും കോടതി ഡിസിഷൻ വരാനുള്ളത്. പക്ഷെ ഇതിപ്പോ ബൈ ഗോഡ്സ് ഗ്രേസ്, അല്ലാഹ് കരീം നമ്പുരാന്റെ കൃപ കൊണ്ട് ഒക്കെ ചുറ്റി വളഞ്ഞ് നമ്മുടെ വഴിക്ക് തന്നെ വരുന്നുണ്ട് സാർ. വിക്ടറിന്റെ പ്രാർത്ഥന ഉണ്ട് സാർ. ഇല്ല, എന്റെ വക്കീൽ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം സാർ. നേരിട്ട് പറയാം സാർ. എത്തുമ്പോഴേക്കും സാറിന് റെഡി ആയിരുന്നെങ്കിൽ. ഓ ആ ഓക്കെ സാർ, ഓക്കെ. പ്രൈസ് ദ ലോർഡ്. വക്കീലേ, പ്രൈസ് ദ ലോർഡ്. ബാബു, വണ്ടി എടുത്ത്. ഇതാ കണ്ടില്ലേ, കേസിന് ആവശ്യമുള്ള കടലാസുകളാ. പണ്ടിതിനൊക്കെ വെളിപ്പുറത്ത് 4ഉം 5ഉം സെക്രട്ടറിമാരായിരുന്നു അച്ഛന്. ഇന്നിപ്പോ ഒക്കെ തനിച്ച് വേണം ചെയ്യാൻ. ഞാൻ അമ്മൂനോട് പറയായിരുന്നേ, ഇവിടെ ഒരാള് രാവിലെ പൂജാമുറി കയറി കടകടച്ചതാണ്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, ഒരു സഹായത്തിന് വിളിച്ചാൽ കിട്ടില്ല എന്ന്. താനിങ്ങനെ നിത്യവും കരഞ്ഞു കരഞ്ഞ് ഈശ്വരന്മാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈയിടെയായിട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ തനിച്ച് തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാതെ ആരെങ്കിലും സഹായത്തിന് വിളിക്കായിരുന്നു രവിയുടെ ഓഫീസിൽ നിന്ന്. അതിനും മാത്രം ഭാരിച്ച ജോലി എന്താ ഇവിടെ ഉള്ളത്? അയ്യോ, ഓക്കെ, ഐ ആം ഓൾ റൈറ്റ്. താനെ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചിട്ട് കാണാനൊരു സമയം ചോദിച്ചു വെക്കണം നാളത്തേക്ക്. ഒന്നും ഉണ്ടായിട്ടല്ലടൂ, വെറുതെ ഒരു ഉൾഭയം. പണ്ട് ബോംബെയിൽ നിന്ന് വെറും കൈയോടെ വന്നിറങ്ങിയ ഒരു സാധാ കണക്കെഴുത്ത് ഗുമസ്തൻ ദുബായിലെ ബിസിനസ് സർക്കിളിൽ കോടികൾ വീശിപ്പിടിക്കാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ പഴയ ബ്രിട്ടീഷുകാർ പോലും വാഴ്ത്തിയിട്ടുണ്ട് ഈ പാവം പട്ടരെ ഡെയർ ഡെവിൾ, ധീരശൂര പരാക്രമി എന്നൊക്കെ. എന്നിട്ടിപ്പോ ദാ ഭയം, ആങ്സൈറ്റി, ഇൻസോംനിയ, പാരാലിറ്റിക് സ്ട്രോക്ക്. മടുത്തടോ ഈ അവസ്ഥ. കിട്ടാക്കടങ്ങൾ ഒരുപാടുണ്ട്, എഴുതിത്തള്ളാം. പക്ഷേ ഒരു ജീവിതം കൊടുക്കാൻ നമ്മൾ എടുത്തു വളർത്തിയ പാവം നമ്മുടെ മോക്കും പിന്നെ തനിക്കും ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചു എന്നൊരു പഴി കേൾക്കാൻ പാടില്ല മരിക്കുമ്പോ. എന്തിനാ ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ? ബാംഗ്ലൂർ പിടിച്ചിട്ട് ലൈൻ കിട്ടുന്നില്ല. ഇനി താനൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അമ്മൂനെ. One, two, three,
ഇങ്ങനെയാണോ ചിന്നൂട്ടി? വാ, അമ്മ പഠിപ്പിച്ചേരാട്ടോ. ദാ ഇങ്ങനെ. ആ, ഓക്കേ. അങ്ങനെ മിടുക്കിയായി പോയല്ലോ അമ്മുന്റെ ചിന്നൂട്ടി. അമ്മോ, കോൾ ഫ്രം ദുബായ്. യുവർ അമ്മ. ഓ ഗോഡ്. അമ്മ. ആ മോള് തിരക്കിലാണോ? ഏയ്, തിരക്കില്ലമ്മ. ഇവിടെ നമ്മുടെ ചിന്നൂട്ടിക്കേ ഒരു മുദ്ര പഠിക്കണം. 3 ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നു. പാവം. എന്നിട്ടിപ്പതാ വിതുമ്പുവാ, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഏയ്, ഇപ്പൊ വന്നപ്പോഴത്തെ പോലെയൊന്നുമല്ല. കൈയൊക്കെ നന്നായിട്ട് മൂവ് ചെയ്ത് വരുന്നുണ്ട് ചിന്നൂട്ടിക്ക്. ചിന്നൂട്ടി മാത്രല്ലമ്മ, അമ്മയുടെ പേരുള്ള കുഞ്ഞുലക്ഷ്മി, ഇന്ദിര, സോനു, ശ്രീകുട്ടി, നൂർജഹാൻ ഒക്കെ നല്ല മിടുക്കികളായിട്ട് വരുന്നുണ്ട് ഇപ്പൊ. ആ പിന്നെ അമ്മ. ആ എന്താ മോളെ? അതെ അമ്മ, ഇന്ന് രാത്രിയില് അമ്മ വരുന്നുണ്ട് ടിവിയില്, കണ്ടോണേ. ആ, പ്രോഗ്രാം ഓൺ വരമുദ്ര, സ്പെഷ്യൽ ടെലികാസ്റ്റ് ഡൽഹിന്ന്. മോളുടെ പ്രോഗ്രാം ഉണ്ടെന്ന് ഇന്ന് രാത്രിയിലെ. അതെ മോളെ, ടിവിയിൽ കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അത് നേരിട്ട് കാണാത്തോണ്ട് ഒരാൾക്ക് കണ്ണു നിറയണുണ്ട് ഇവിടെ. ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ മോളെ. ആട്ടെ, താൻ എന്നാ ഇങ്ങോട്ട് വരുന്നേ? ആ, അമ്മയോട് നേരിട്ട് പറഞ്ഞു, ഒന്ന് സമാധാനമായിക്കോട്ടെ. പാവം. ആ മോളെ വരാമ്മ. ദാ അമ്മ അങ്ങ് എത്തി. ഇനി ഒറ്റ ആഴ്ച ഉറപ്പ്. പിന്നെ അമ്മ, കേസും പ്രശ്നങ്ങളൊക്കെ വേഗം ശരിയാവും. അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണം അപ്പായോട്. അമ്മു കരയാണോ? ഏയ് ഇല്ലടാ. ഗുഡ് മോർണിംഗ് സാർ. ഒന്ന് അനങ്ങി വായന്റെ വക്കീലേ. ഇനി അമ്മൂന് ഫോൺ ചെയ്യുമ്പോ ബാംഗ്ലൂരിലെ അനാഥ കുട്ടികളുടെ കൂട്ടത്തിൽ നമുക്കും കൂടി ഇത്തിരി ഇടം തരാൻ പറയണം അവളോട്. ഒരു ചെറിയ കോട്ടേജ്, അത്ര മതി. എന്താ? എക്സ്ക്യൂസ് മീ സർ. ആ, വണക്കോമാ. കൺഗ്രാചുലേഷൻസ് സർ, കൺഗ്രാചുലേഷൻസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഓൾ മൈറ്റി നമ്മൾ ജയിച്ചു സർ. കേസ് നമ്മൾ ജയിച്ചു സർ. നല്ല ക്ലീൻ കോംപ്രമൈസ്. ആ സർ, ഞാൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞില്ല സർ, ആ കള്ള മാർവാടിയെ ചുറ്റി വളച്ച് നമ്മളൊരു വഴിക്ക് കൊണ്ടേ കെട്ടുവന്ന്. ഡൺ. ഇപ്പൊ ഫോണിൽ വിളിച്ച് ഓക്കെ പറഞ്ഞു പട്ടാജി. താൻ എന്തൊക്കെയാണോ വിക്ടറി പറയുന്നത്? അയ്യോ സർ, ഞാൻ പറഞ്ഞിരുന്നല്ലോ പട്ടാജിയുടെ കാര്യം. കിഷൻ പട്ട. ആ സർ, ദ നൊട്ടോറിയസ് മാഫിയ കിങ് കിഷൻ പട്ട ഫ്രം ബോംബെ. ഇപ്പാള് ദുബായിലാണല്ലോ. അയ്യോ അമ്മ, മാഫിയ എന്ന് കേട്ട് പേടിക്കല്ലേ. പാവ മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ. കേട്ടോ അമ്മ, സാറിന്റെ ഈ ദണ്ണം വിഷമവും കണ്ടിട്ട് എക്സ്പോർട്ട് ബിസിനസ്സിൽ സാറിനെ ഈ മാർവാടി കോടികൾ കളിപ്പിച്ച കാര്യവും ഇപ്പത് 2-2.5 വർഷമായിട്ട് കേസ് ഇങ്ങനെ ഇളിക്കുന്ന കാര്യവും നേരെ ചെന്ന് ഭട്ടാജിയോട് വിസ്തരിച്ച് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ അമ്മ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് മാർവാടി വിളിക്കുന്നു ഭട്ടാജി. ഒറ്റ വാക്കാണ്. ഇന്ന് കോടതിയിൽ കേസ് വിധി വരുന്നതിന് മുമ്പ് സാറിന്റെ ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ ബോംബെയിൽ വൈരക്കച്ചവടം നടത്തുന്ന നിന്റെ തന്ത മാർവാടിയുടെ കഴുത്തിന് മേലെ നാളെ തല കാണൂല്ലടാ മോനേന്ന്. കണക്ക് പ്രകാരം നമുക്ക് ഇങ്ങോട്ട്, ഐ മീൻ സാറിന് വരാനുള്ളത്, അതായത് ആസ് പെർ ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് തെറാംസ് ഇൻറ്റു ഇന്ത്യൻ റുപ്പീസ് ഫിഗർ 7,70,00,000 ഇന്ത്യൻ റുപ്പീസ്. ഒരു റൗണ്ട് ഫിഗർ പറയാൻ പറഞ്ഞു ഭട്ടാജി. സാറിനോട് അനുവാദം ചോദിക്കാതെ 7